വെളുപ്പിനെ ട്രിവാൻഡ്രത്ത് നിന്നും വന്ന യാത്രയുടെ ക്ഷീണത്തിൽ കണ്ണടച്ച് കിടക്കുമ്പോഴാണ് രാവിലെ 6:30 നിശബ്ദതയെ കീറിമുറിച്ച് ഒരു ഫോൺ ബെല്ലിന്റെ ശബ്ദം. ഫോൺ എടുത്തതും മറുവശത്ത് ചേച്ചി. ഉറക്കപ്പിച്ചിലായതിനാൽ അവൾ പറയുന്നത് ആദ്യ നിമിഷം പൂർണ്ണമായി മനസ്സിലായില്ല. എങ്കിലും ഒരു വാചകം മാത്രം എന്റെ ചെവിയിൽ ആഴ്ന്നിറങ്ങി: കടുവ. അതിനുശേഷം കൂടുതലൊന്നും കേൾക്കേണ്ടി വന്നില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ എഴുന്നേറ്റ് ഓടി. രാവിലെ ഒരു ചെറിയ പ്രതീക്ഷയോടെ ഫാം ഉടമ റൈസൻ ചാക്കോ തന്റെ ജീവനക്കാരനെയും കൂട്ടി ഫാമിന് മുന്നിലെ അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങിയതായിരുന്നു. ദൂരെ നിന്നും തന്നെ കെണി സ്ഥാപിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് അവർ ശ്രദ്ധിച്ചു നോക്കി. അവിടെ കെണിയുടെ മുകളിൽ പൊക്കി വെച്ചിരിക്കുന്ന വാതിൽ അടഞ്ഞു കിടക്കുന്നു. ആ കാഴ്ച കണ്ടതും അവർ പതിയെ കെണിയുടെ അടുത്തേക്ക് നീങ്ങി. അല്പം കൂടി അടുത്തപ്പോൾ ഇനി ഒരു സംശയത്തിനും ഇടയില്ല. കടുവ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു. ഒട്ടും വൈകാതെ ചേച്ചിയെ വിളിച്ച് വിവരമറിയിച്ചു. ഫാമിൽ നിന്നും ഓടിയിറങ്ങുന്ന കൂട്ടത്തിൽ ചേച്ചിയുടെ ആദ്യ വിളി എന്നെ തന്നെയായിരുന്നു. അതേ സമയത്ത് തന്നെ തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ കെണി പരിശോധിക്കാൻ സ്ഥലത്തെത്തിയിരുന്നു. ചേച്ചി ഓടുന്നത് കണ്ടതും കാര്യങ്ങൾ മനസ്സിലാക്കിയ വനപാലകർ അവളോടൊപ്പം തന്നെ കൂടെ ഓടി. പിന്നാലെ അല്പസമയത്തിനുള്ളിൽ ഞാനും. ഫാമിന് മുന്നിൽ നിന്നും കെണിയിരിക്കുന്ന ഭാഗത്തേക്ക് വരമ്പത്തുകൂടി ഓടുമ്പോൾ എന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രം: മാസങ്ങളോളം ഈ നാടിനെ ഭയത്തിലാഴ്ത്തിയ അവനെ ഇന്ന് നേർക്കുനേർ അടുത്ത് കാണാൻ പോകുന്നു. ധൃതിയിൽ ഓടുന്നതിനിടെ കല്ലുകെട്ടിയ വരമ്പത്തു നിന്നും കാൽ തെന്നി ഞാൻ താഴെ കുഴിയിലേക്ക് വീണു. വേദനയുണ്ടോ മുറിവുണ്ടോ എന്നൊന്നും ശ്രദ്ധിച്ചില്ല. അവിടെ നിന്നും എഴുന്നേറ്റ് ഒന്നും സംഭവിച്ചില്ല എന്ന പോലെ വീണ്ടും ഓടി. കെണിയുടെ അടുത്തെത്തിയപ്പോൾ ചേച്ചിയും അളിയനും ഫാമിലെ ജീവനക്കാരും തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകരും എല്ലാവരും കെണിക്ക് മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുന്നു. എന്നെ കണ്ടതും ചേച്ചി കെണി ചൂണ്ടിക്കാണിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു: എടാ നീ നോക്ക്. ഞാൻ മുന്നോട്ട് നീങ്ങി കെണിക്കുള്ളിലേക്ക് ഒന്നും നോക്കി. ആ നിമിഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ചെന്നപാടെ കടുവയ്ക്ക് എന്റെ വക ഒരു സല്യൂട്ട് അങ്ങോട്ട് നൽകി. 1, അവൻ നമ്മുടെ ദേശീയ മൃഗമാണ്. 2, ഇവന് വേണ്ടിയാണ് 2 മാസത്തോളം ഞാൻ ഉൾപ്പെടെയുള്ള ഈ നാട്ടുകാരും വനപാലകരും ഉറങ്ങാതെ ഓടിയത് മുഴുവൻ. കടുവ കെണിയിൽ അകപ്പെട്ടു വന്ന് വിവരം അറിഞ്ഞതോടെ ജനവാസികൾ പിന്നാലെ സ്പോട്ടിലേക്ക് എത്തി തുടങ്ങി. കെണിയിൽ അകപ്പെട്ടിട്ടും കടുവ തന്റെ ഇരയെ മുഴുവനായും ഭക്ഷിച്ചിരിക്കുന്നു. ഇരയായി വെച്ച ആടിന്റെ ഒരു കാലിന്റെ അവശിഷ്ടം മാത്രം കൂട്ടിൽ ബാക്കി. എന്നിരുന്നാലും അവൻ ക്ഷീണിതനാണ്. 10 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരു ആൺകടുവ. മുൻഭാഗത്തെ 4 കേനൻ പല്ലുകളിൽ ആരോഗ്യത്തോടെ ഉള്ളത് ഒരെണ്ണം മാത്രം. മറ്റുള്ളവ ഒടിഞ്ഞതോ പൊഴിഞ്ഞതോ ആയിരിക്കാം. കഴുത്തിലും പുറത്തും കൈകൾക്കും എന്നുവേണ്ട ശരീരമാകെ ചെറുതും വലുതുമായ മുറിവുകൾ. കെണിയിൽ കടുവ വീണെന്ന വാർത്ത ഇതിനോടകം നാട് മുഴുവൻ പരന്നു. ആളുകളുടെ വരവ് വർദ്ധിച്ചു. അതിനാൽ വനപാലകർ കെണിയുടെ വശങ്ങൾ മറച്ചു കെട്ടാൻ തീരുമാനിച്ചു. പ്ലാസ്റ്റിക് ചാക്കുകളും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് എല്ലാ വശങ്ങളും അവർ വലിച്ചു കെട്ടി. അതിനിടയിൽ എന്റെ കാലിൽ ഒരു തരിപ്പ്. നോക്കിയപ്പോൾ ചോര പൊടിയുന്നു. മുൻപ് വീണപ്പോൾ പറ്റിയ മുറിവാകാം. ഈ സമയവും ഈ നാടിന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച ആ കടുവയെ ഒരു നോക്ക കാണാൻ ജനങ്ങൾ മറച്ചു കെട്ടിയ ചാക്കുകൾക്കിടയിലൂടെ അതിശയത്തോടെ എത്തി നോക്കി. കയ്യോ കാലോ എന്തിന് കൂടിനടുത്തേക്ക് പോലും നിൽക്കരുതെന്ന് വനപാലകർ വീണ്ടും വീണ്ടും പറഞ്ഞു. ഒരു നിമിഷത്തെ അശ്രദ്ധ കടുവയെ പ്രകോപിപ്പിക്കുകയും ആക്രമണത്തിലേക്കും നയിക്കാവുന്ന നിമിഷങ്ങൾ. ഇതിനോടകം കുമ്പളത്താമണിലെ കടുവ കെണിയിലകപ്പെട്ട വിവരം വാർത്താ മാധ്യമങ്ങളിലൊക്കെയും പരന്നുകൊണ്ടേയിരുന്നു. ജനക്കൂട്ടം വർദ്ധിച്ചു. ജനങ്ങൾ സ്പോട്ടിലേക്ക് വരാതിരിക്കാൻ പോലീസ് എത്തി വഴി തടഞ്ഞു. ഇനി ആരെയും അതുവഴി കടത്തിവിടില്ല. റോഡിൽ എത്തിച്ചിട്ട് കടുവയെ കാണിച്ചു തരാമെന്ന് ജയൻ സാർ പറഞ്ഞതോടെ ജനങ്ങൾ സംയമനം പാലിച്ച് റോഡിൽ തന്നെ കാത്തുനിന്നു. ഇന്ന് ഈ കടുവ കെണിയിൽ അകപ്പെടാൻ ഒരു പ്രധാന കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ അവൻ വേട്ടയാടിയ ആടിനെ വനപാലകർ കൈകാര്യം ചെയ്ത ശ്രദ്ധയോടെയുള്ള ആ രീതികൾ. താൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആടിനെ കടുവ കാടിനുള്ളിൽ ഒളിപ്പിച്ചിരുന്നു. ആ സ്ഥലം കെണി സ്ഥാപിച്ച സ്ഥലത്തിനടുത്തായിരുന്നത് വനപാലകർക്ക് വലിയ സഹായമായി. കൈകൾ കൊണ്ട് തൊടാതെ ആടിന്റെ ജഡത്തിൽ കയർ കെട്ടി തറയിലൂടെ വലിച്ച് കൂടിനടുത്തേക്ക് എത്തിച്ചു. ഇരവെക്കാനുള്ള അറയിലല്ല, കെണിയുടെ പ്രധാന വാതിലിനകത്ത് തന്നെ ആടിനെ കെട്ടി. തന്റെ ഇരയെ വെച്ചിട്ട് പോയ സ്ഥലത്തു നിന്നുമുള്ള മണം പിടിച്ചെത്തിയ കടുവ ഇരയെ കണ്ടതും ചാടി കെണിയിൽ കയറി. കെണിയടഞ്ഞു. അങ്ങനെ അവൻ കെണിക്കുള്ളിലായി. ഇതിനെല്ലാം ഒരൊറ്റ കാരണം മാത്രം: വിശപ്പ്. കടുവ കാരണം ഫാമിൽ നഷ്ടപ്പെട്ട മൃഗങ്ങളുടെ കണക്ക് 1,00,000-ലധികം രൂപ വരും. നഷ്ടപരിഹാരം സർക്കാർ നൽകുമെന്ന വിശ്വാസത്തിലാണ് വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ട ഫാം ഉടമ റൈസൻ ചാക്കോ. ഇനി കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചാൽ മുൻവശത്തെ പ്രധാന 4 പല്ലുകളിൽ ഒരെണ്ണം മാത്രമാണ് പൂർണ്ണമായും ഉള്ളത്. മറ്റുള്ളവ പ്രായം കൊണ്ടോ ഏറ്റുമുട്ടൽ കൊണ്ടോ നഷ്ടമായിരിക്കാം. ഇടത് കണ്ണിന് മങ്ങൽ. പൂർണ്ണമായോ ഭാഗികമായോ ആ കണ്ണിന്റെ കാഴ്ച നഷ്ടമായിരിക്കാം. ഒരു കണ്ണിന് കാഴ്ച കുറവായതുകൊണ്ടാവാം ഇന്നലെ ഫാമിലെ ജീവനക്കാരനായ ശിവയുടെ മുന്നിലൂടെ ചാടി വീണ കടുവ തൊട്ടടുത്ത് നിന്ന് ശിവയെ കാണാതെ ആടിന്റെ ശരീരത്തിൽ കടിയുറപ്പിച്ചത്. ശരീരമാകെ മുറിവുകൾ. എല്ലാം ചേർത്താൽ അവൻ അല്പം അവശനാണ്. ആയതിനാൽ കൂടുതൽ സമയവും അവൻ കെണിക്കുള്ളിൽ തന്നെ ക്ഷീണത്തോടെ കിടക്കുകയായിരുന്നു. പക്ഷേ പ്രകോപിപ്പിച്ചാൽ ഗർജിക്കാനും ശൗര്യം കാണിക്കാനും അവനൊരു മടിയും കാണിച്ചില്ല. ഇത്രയും അടുത്ത് നിന്ന് കടുവയുടെ ഗർജനം കേട്ടിട്ടുണ്ടെന്ന് അതൊരു ഒന്നൊന്നര ശബ്ദമാണ്. ജംഗിൾ ബുക്ക് ഫാമിലെ മൃഗങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഈ ഒറ്റക്കണ്ണം കടുവയ്ക്ക് ജനങ്ങൾ ഇതിനോടകം ഒരു പേര് നൽകിയിരുന്നു: ഷേർഖാൻ. കെണി കൊണ്ടുപോകാൻ അന്ന് കെണി ഇവിടെ കൊണ്ടുവന്ന അതേ വാഹനം തന്നെ എത്തി. ഇനി കെണി റോഡിലേക്ക് എത്തിക്കണം. മാസങ്ങൾക്ക് മുമ്പ് കെണി ഇവിടെ എത്തിച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് ഒരുപാട് പേർ ചോദിച്ച ചോദ്യം: കടുവ കെണിയിൽപ്പെട്ടാൽ അതെങ്ങനെ തിരികെ കൊണ്ടുപോകുമെന്ന്. അതിനുള്ള ഉത്തരമാണിത്. ഒരുമിച്ച് നിന്നാൽ എന്തും നേടാം. കെണിയുടെ ഇരുവശങ്ങളിലും കയർ കിട്ടി. അവിടെ നിന്നവർ എല്ലാവരും കയർ പിടിച്ചു വലിച്ചു തുടങ്ങി. പകുതി വഴി കെണി എത്തിച്ചു. പക്ഷേ ഒരു ചെറിയ തോട് കടക്കണം. അന്ന് കെണിക്ക് ഭാരം കുറവായിരുന്നു. ഇന്ന് അതിൽ ഈ നാടിനെ വിറപ്പിച്ച കടുവയുണ്ട്. അപ്പോഴാണ് JCB എത്തുന്നത്. അടഞ്ഞു കിടക്കുന്ന വഴികൾ തെളിച്ച് JCB തോടിനടുത്തെത്തി. കെണി സുഖമായി കടക്കാവുന്ന വിധം വഴിയൊരുക്കി. ശേഷം ഒത്തൊരുമയുടെ കാടും തോടും താണ്ടി കെണി വലിക്കുന്ന ജനങ്ങളെ നോക്കി JCB മാറി നിന്നു. അല്പനേരത്തെ പരിശ്രമത്തിനൊടുവിൽ 3/4 ഭാഗവും കെണിയെത്തി. ഇനിയാണ് കഠിനമായ ഘട്ടം. മുട്ടോളം താഴ്ന്ന ചെളിക്കുണ്ട്. ചെളിയിലിറങ്ങാൻ ജനങ്ങളും വനപാലകരും തയ്യാറായി. പക്ഷെ കെണി അവിടെ പുതഞ്ഞാൽ വലിയ പ്രശ്നമാകും. അപ്പോഴാണ് JCBയുടെ റീ എൻട്രി. ഓന്റെ കയ്യിൽ കയറുകൾ കെട്ടാനൊരുങ്ങി ജനങ്ങളും വനപാലകരും. ശേഷം ചെളി തെറിപ്പിച്ച് തലയെടുപ്പോടെ അവൻ മുന്നോട്ട് നീങ്ങി. നിമിഷങ്ങൾക്കകം കെണി റോഡിനടുത്തെത്തി. വലിയ ജനക്കൂട്ടം അവിടെ കാത്തു നിന്നിരുന്നു.
ഉള്ളിൽ ഭയവും കണ്ണുകളിൽ ആകാംക്ഷയും നിറച്ച് മറച്ചുകെട്ടി കെണിക്കുള്ളിലേക്ക് തങ്ങളുടെ കാഴ്ചയെത്തിക്കാൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വാഹനത്തിൽ കയറ്റിയിട്ട് ജനങ്ങളെ കാണിക്കാമെന്ന് വനപാലകർ പറഞ്ഞു. ജനം അക്ഷമരായി കാത്തുനിന്നു. വണ്ടിയുടെ മുകളിൽ കയറി ഉദ്യോഗസ്ഥർ കയർ വലിച്ചു തുടങ്ങി. പതിയെ പതിയെ കടുവ വാഹനത്തിലേക്ക്. ഇനി എല്ലാ വശങ്ങളും കെട്ടിയുറപ്പിക്കും. വനപാലകർ അതിനുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളും ജനങ്ങളുടെ കണ്ണുകളും എല്ലാം ഒന്നായി അവനിലേക്കായിരുന്നു. കുട്ടികളും സ്ത്രീകളും എല്ലാവരും അവനെ കാണാൻ കാത്തുനിന്നു. കാണിക്കില്ലെന്നറിഞ്ഞപ്പോൾ ജനങ്ങൾ ബഹളം വെച്ചു തുടങ്ങി. തങ്ങളെ കാണിക്കാതെ ഈ വാഹനം ഒരടി മുന്നോട്ട് നീങ്ങില്ല എന്ന വാക്കിൽ ജനങ്ങൾ ഉറച്ചു നിന്നു. അവസാനം എല്ലാവരെയും കാണിക്കാൻ വനപാലകർ തയ്യാറായി. ഒരു വലിയ ജനക്കൂട്ടം കടുവയെ അടുത്ത് നേരിൽ കണ്ട് മടങ്ങി തുടങ്ങി. പലരുടെയും മുഖങ്ങളിൽ ഭയം മാറി. ഒരു പ്രതീക്ഷ വന്നപ്പോൾ ഇനി ഭയപ്പെടാതെ വീടിന് മുറ്റത്തേക്ക് ഇറങ്ങാമല്ലോ എന്ന ആ പ്രതീക്ഷ. അല്പം നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കെണി വാഹനത്തിൽ കെട്ടിയുറപ്പിച്ചു. ബീക്കൺ ലൈറ്റ് തെളിഞ്ഞു. സൈറൻ ശബ്ദം കിലോമീറ്ററുകൾ താണ്ടി. മാസങ്ങൾക്ക് ശേഷം കുമ്പളത്താമണ്ണ് ആ നിമിഷം സന്തോഷിച്ചു. വാഹനം നീങ്ങിത്തുടങ്ങി. ഷേർഖാൻ ഈ നാടിനോട് വിട പറയും. രാജാമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ, മൂഴിയാർ, കൊച്ചാണ്ടി എല്ലായിടത്തും എത്തിച്ച അവനെ സന്ധ്യയോടെ വടശ്ശേരിക്കര റേഞ്ച് ഓഫീസിൽ എത്തിച്ചു. രാത്രിയോടെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വനപാലകർ അവനെയും കൊണ്ട് യാത്രയായി. സുരക്ഷിതമായി അവനെ അവിടെ എത്തിച്ച് വെളുപ്പിന് 2 മണിയോടെ അവർ മടങ്ങി. നാളിതുവരെ ഞങ്ങളോട് സഹകരിച്ച വനപാലകർക്കും ജനവാസികൾക്കും ഒരുപാട് നന്ദി. ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഈ കാര്യത്തിൽ ക്രെഡിറ്റ് നൽകാൻ സാധിക്കില്ല. കാരണം MLA ഉൾപ്പെടെ ആരും തന്നെ ഈ കാര്യത്തിൽ ഒരു സഹായവും ഞങ്ങൾക്ക് നേടിത്തന്നിട്ടില്ല. ആകെ കൂടെ നിന്നത് കുറച്ച് നല്ലവരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കുറെ നല്ല ജനങ്ങളും മാത്രം. ഇനി അവന്റെ ശേഷിക്കുന്ന കാലം അവിടെ ജീവിക്കാം. ആഹാരവും ചികിത്സയും സുരക്ഷയും അവൻ അവിടെ ലഭിക്കും. എന്തായാലും ജനങ്ങൾക്കൊരാശ്വാസം. ഇരുട്ടിന്റെ മറവിൽ ഷേർഖാൻ ഇനി കുമ്പളത്താമണ്ണിലെ ജനങ്ങളെ ആക്രമിക്കില്ല. അങ്ങനെ ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. പക്ഷേ ഒരു ചോദ്യം ബാക്കി. ഈ കടുവയുമായി യുദ്ധം ചെയ്ത് അവന്റെ ശരീരം മുഴുവൻ മുറിവുകളേൽപ്പിച്ച ഇവനേക്കാൾ ബലവാനായ ആ കടുവ എവിടെയാണ്? അവനിപ്പോൾ തന്റെ ടെറിട്ടറി അടക്കി വാഴുന്നുണ്ടാവും, കൂടെ അവന്റെ കുടുംബം. അതുകൊണ്ടാവാം ആരോഗ്യം കുറഞ്ഞ ഈ കടുവയ്ക്ക് കാട്ടിലേക്ക് മടങ്ങാൻ പറ്റാതെ ഈ നാടിനെ ചുറ്റി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നത്. ഈ നാട്ടിൽ പെൺകടുവകളെയും കുഞ്ഞുങ്ങളെയും പേക്കാവിന്റെ ഭാഗത്ത് മുൻപ് ആളുകൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കുമ്പളത്താമണ്ണിന് ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രം. ഷേർഖാനേക്കാൾ ബലവാനായ മറ്റൊരു കടുവയുടെ നിഴൽ ഈ നാടിന്റെ മേൽ എപ്പോ വേണമെങ്കിലും വീഴാം. കാത്തിരിക്കാം. The world is my territory.